കോഴിക്കോടേക്കാണ്. അവിടെ വടക്കൻ കേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന വാർത്തകളുടെ വിശദാംശങ്ങളുമായി അജി കുഞ്ഞുമോൻ ചേരുകയാണ്. അജി, വെരി ഗുഡ് മോർണിംഗ്. ഒരു വേനൽ മഴയ്ക്ക് ശമനമായിട്ട് ഇന്നലെ രാത്രി പെയ്ത ഒരു മഴ, അത് ഒരു ചെറിയ തണുപ്പൊക്കെ പകരുന്നുണ്ട്. പക്ഷേ എന്നാലും വാർത്തകൾ ചൂടുപിടിക്കുകയാണ്. മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സിന്റെ സമരം തുടരുകയാണ്. രോഗികൾക്ക് ഏറെ ബുദ്ധിമുട്ടാണെന്ന് പലരും പറയുന്നുണ്ട്. നമുക്ക് വടക്കൻ കേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന വാർത്തകൾ എന്തൊക്കെയാണ്? ക്രിസ്റ്റീന, വെരി ഗുഡ് മോർണിംഗ്. ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ തന്നെ വേനൽ മഴ കടുത്ത ചൂടിന് ആശ്വാസമായി എത്തിയെങ്കിലും വാർത്തകളുടെ ചൂടിനൊട്ടും ഒരു കുറവില്ല. അതായത് വലിയ തരത്തിലുള്ള വാർത്തകൾ മലബാർ മേഖലയിൽ നിന്നുണ്ട്. അതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് ഡോക്ടർമാരുടെ സമരം തന്നെയാണ്. മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ സമരം തുടർച്ചയായ 5-ാം ദിവസം പിന്നിടുമ്പോൾ വലിയ തലത്തിലുള്ള ബുദ്ധിമുട്ടുകൾ രോഗികൾ അനുഭവിക്കുന്നുണ്ട്. രോഗികൾ മാത്രമല്ല, വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. UG PG വിദ്യാർത്ഥികളുടെ ക്ലാസുകളെല്ലാം തന്നെയും മുടങ്ങിയിട്ട് 5 ദിവസമായി സമ്പൂർണ്ണമായിട്ടാണ് ഡോക്ടർമാർ OP ബഹിഷ്കരിക്കുന്നത്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് പ്രധാനപ്പെട്ട സർജറികളെല്ലാം തന്നെയും അത് വീണ്ടും മാറ്റിവെക്കേണ്ട സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം 150-ലേറെ സർജറികളാണ് കണക്കുകൾ പ്രകാരം ഒരു ദിവസം നടക്കുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട സർജറികളുടെ തീയതികളടക്കം മാറ്റുമ്പോൾ രോഗികൾ ഏറെ ബുദ്ധിമുട്ടുന്ന അവസ്ഥയാണുള്ളത്. മലബാറിനെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോട് മെഡിക്കൽ കോളേജിനെയാണ്, പ്രത്യേകിച്ച് വയനാട്, മലപ്പുറം, കോഴിക്കോട് ഒപ്പം തന്നെ ഉള്ള ജില്ലകളിൽ പ്രധാനപ്പെട്ട പാവപ്പെട്ട രോഗികൾ ആശ്രയിക്കുന്ന ഒരു മെഡിക്കൽ കോളേജാണ്. അതുകൊണ്ട് തന്നെ രാവിലെ OPയിലേക്ക് എത്തുന്ന രോഗികൾ വലിയ തലത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കാറുണ്ട്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട്, അവധിയായതിനാൽ വലിയ തരത്തിലുള്ള തിരക്കുകളൊന്നും തന്നെയും OPയിൽ ഉണ്ടാവില്ല. പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ തരത്തിലുള്ള തിരക്കുകൾ, അതുമാത്രമല്ല ഈ രോഗികൾ വിദൂരങ്ങളിലെത്തിയ രോഗികൾ മടങ്ങിപ്പോകേണ്ട സ്ഥിതികളൊക്കെ തന്നെയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. ഈ ഡോക്ടർമാരുടെ സമരത്തെ സർക്കാർ ഗൗനിക്കുന്നില്ല, സർക്കാർ നിസ്സാരവൽക്കരിക്കുകയാണ്. ഈ വിഷയത്തിൽ സർക്കാർ ഇടപെടുന്നില്ല എന്നാണ് KGM-CTA പ്രധാനമായും പറയുന്നത്. കാരണം ഈ സമരം തുടങ്ങിയിട്ട്, സമ്പൂർണ്ണമായി OP ബഹിഷ്കരണം തുടങ്ങിയിട്ട് 5 ദിവസമായി ഇതുവരെ ഒരു ചർച്ചകൾക്കോ അല്ലെങ്കിൽ ഒരു സമവായത്തിനോ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും യാതൊരു തരത്തിലുള്ള നടപടികളും ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു ആക്ഷേപവും KGM-CTA ഉന്നയിക്കുന്നുണ്ട്. ഇതിനു പുറമെ മെഡിക്കൽ PG വിദ്യാർത്ഥികൾ, അതായത് PG വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ അവരും കഴിഞ്ഞ ദിവസം ഒരു ധർണയൊക്കെ നടത്തിയിരുന്നു. അതായത് ഡോക്ടർമാരില്ലാത്തത് കൊണ്ട് തന്നെ PG ഡോക്ടർമാർക്ക് ജോലി ഭാരം കൂടുന്നുണ്ട്. അവരുടെ സ്റ്റൈപ്പൻഡ് അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ തരത്തിൽ വർധന ആവശ്യപ്പെട്ടുകൊണ്ട് അവരും കഴിഞ്ഞ ദിവസം സമരം പ്രമാണിച്ച രോഗവും ക്ഷീണവും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും ഒന്നും മാറി നിൽക്കില്ല. അതുകൊണ്ട് തന്നെ യഥാസമയം ചികിത്സ കിട്ടേണ്ട രോഗികൾക്ക് പലർക്കും ചികിത്സ ലഭിക്കുന്നില്ല. അജി കുഞ്ഞുമോനാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.